ഹലോ. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി സിനിമകൾ കണ്ട് ജേതാക്കളെ നിർണ്ണയിക്കുന്ന ഒരേയൊരു ചലച്ചിത്ര പുരസ്കാരമാണ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. അപേക്ഷ ക്ഷണിച്ച 60 ചിത്രങ്ങളിൽ നിന്നാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 2025 മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ നേടി. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയിലൂടെ ഡൊമിനിക് അരുൺ മികച്ച സംവിധായകനായി. തുടക്കം, ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിന് മോഹൻലാൽ മികച്ച നടനുള്ള അവാർഡ് നേടി. മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കല്യാണി പ്രിയദർശനും, രേഖാചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് അനശ്വര രാജനും പങ്കിട്ടു. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രമാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരവും 2 പേർക്കാണ്. തുടരും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രകാശ് വർമ്മയ്ക്കും റോന്തിലെ അഭിനയത്തിന് ദിലീഷ് പോത്തനുമാണ് മികച്ച രണ്ടാമത്തെ നടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ. മികച്ച രണ്ടാമത്തെ നടി ഹണി റോസ് റേച്ചൽ എന്ന സിനിമയ്ക്കാണ്. അതുപോലെ തന്നെ ശുഭ വയനാട് ശാന്തി ദ റിഫ്ലക്ഷൻ ഓഫ് ട്രൂത്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശുഭ വയനാടിനും കൂടി രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരമുണ്ട്. അഭിനയ മികവിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ഹൃദയപൂർവ്വത്തിലെ അഭിനയത്തിന് സംഗീത് പ്രതാപും എക്കോയിലെ അഭിനയത്തിന് സന്ദീപ് പ്രദീപും നേടി. കൂടാതെ ഡോക്ടർ മനോജ് ഗോവിന്ദൻ, പെരിയോൺ, ടിങ്കിൾ ജോബി, എ പ്രഗ്നന്റ് വിഡോ, മീനാക്ഷി, പ്രൈവറ്റ് തുടങ്ങിയവരും അഭിനയ മികവിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടി. മികച്ച ബാലതാരമായി ദേവനന്ദ കല്യാണമരം എന്ന സിനിമയ്ക്കും ധാർമ്മിക് സുധാകരൻ പച്ചത്തെയ്യം എന്ന സിനിമയ്ക്കും നേടി. റിയ ഷിബു മികച്ച നവാഗത പ്രതിഭയും സർവമായ മികച്ച ജനപ്രിയ സിനിമയുമായി. സിതാര കൃഷ്ണകുമാറും നവനീത് ഉണ്ണികൃഷ്ണനുമാണ് മികച്ച ഗായികയും ഗായകനും. ജെയ്ക്സ് ബിജോയ് മികച്ച മ്യൂസിക് ഡയറക്ടറുമായി. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.